മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ ജില്ലകളിൽ. ഇന്നലെയാണ് മുഖ്യമന്ത്രി കോട്ടയത്ത് എത്തിയത്. എന്തായാലും ഇന്നലെ കാണാൻ സാധിച്ച ഒരു കാഴ്ച, വേദിയിൽ വെച്ച് മുൻ കോട്ടയം MP തോമസ് ചാഴികാടനെ അദ്ദേഹം കൈകൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതിനുള്ള കാരണം കഴിഞ്ഞ തവണ വന്നപ്പോൾ വലിയ വിവാദമുണ്ടായി. എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് കരുതുന്നല്ലേ? പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന മുന്നേറ്റം, അതുപോലെ തന്നെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന വലിയ സേവനങ്ങൾ, അത് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ മുന്നേറ്റമുണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ഉന്നയിച്ച 3 കാര്യങ്ങൾക്കും പരിഹാരമായി എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒന്നാമത്തെ കാര്യം പാലായിലെ ചേർപ്പുങ്കൽ പാലമായിരുന്നു. പാലത്തിൻ്റെ പണി പൂർത്തിയാക്കി അതിൻ്റെ നടപടികൾ മുമ്പോട്ട് പോവുകയാണ്. രണ്ടാമത്തെ കാര്യം അവിടുത്തെ സ്പോർട്സ് സ്റ്റേഡിയത്തിൻ്റെ കാര്യമായിരുന്നു. സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം, ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയുടെ താല്പര്യപ്രകാരം അവിടെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം റബ്ബർ മേഖലയിലെ കർഷകരുടെ പ്രശ്നമായിരുന്നു. 150 രൂപയായിരുന്നു ബഹുമാനപ്പെട്ട മാണി സാറ് തുടക്കത്തിൽ കർഷകരുടെ റബ്ബറിന് വേണ്ടിയിട്ട് വില സ്ഥിരതാ ഫണ്ടിനായി മാറ്റിവെച്ചിരുന്നത്. ഇന്നത് 180 അതിനുശേഷം ഇപ്പോൾ 200 ഇനിയൊരു പ്രകടന പത്രിക വരുമ്പോൾ തീർച്ചയായും 300 ആകും എന്നതിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാനും ആ പ്രകടന പത്രികയുടെ രചനയിലെ ഒരു അംഗമാണ്. അപ്പോൾ ആ നിലയിൽ കേരളത്തിലെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ബഹുമാനായ KM മാണി സാറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം ഉണ്ടായിരുന്ന 80കളിലാണ് ഈ കേരളത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷനുകൾ കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ആരംഭിച്ചത്. അന്ന് 45 രൂപയായിരുന്ന ആ ക്ഷേമ പെൻഷൻ ഇന്ന് അത് പിന്നീട് വളർന്ന് 1600 1600 എന്നുള്ളത് 2000 അത് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. താങ്കളുടെ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായതിനു ശേഷം ചില വിമർശനങ്ങൾ വന്നു, പാർട്ടിക്കുള്ളിലൊക്കെ ചർച്ചയായിരുന്നു. സർക്കാരിൻ്റെ പ്രവർത്തനത്തിനുള്ള തിരിച്ചടി എന്നുള്ള രീതിയിലൊക്കെ അത് വന്നു. അതൊക്കെ ഇപ്പോൾ മാറിയോ? എന്താണ് നിലവിലെ സാഹചര്യം? അത്തരം സാഹചര്യങ്ങളൊന്നും നിലവിലില്ല. എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളും വിജയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നതിൽ ഒരു അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും വിലയിരുത്തൽ അപ്പം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും വിലയിരുത്തലുണ്ടാവുമല്ലോ. അതായിരിക്കുമല്ലോ ഇലക്ഷൻ്റെ അനുകൂലമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ജനങ്ങൾ സംതൃപ്തരാണ്. എന്തായാലും ജോസ് കെ മാണിയുടെ ഒരു ഭൂരിപക്ഷം എങ്ങനെയായിരിക്കും? ഞാൻ ഭൂരിപക്ഷത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ജോസ് കെ മാണി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും, യാതൊരു സംശയമില്ല. പ്രചരണ രംഗത്ത് സജീവമല്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആര് ആര് സജീവമല്ല എന്ന്? ഞാൻ സജീവമല്ല എന്നോ? ഞാൻ കഴിഞ്ഞ 2 ആഴ്ച കാലമായി തൊടുപുഴയിൽ കേരള യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴികാടൻ മത്സരിക്കുന്ന സ്ഥലത്താണ്. അവിടെ തന്നെ നിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ സിറിയക് ചാഴികാടൻ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകും, യാതൊരു സംശയവും. 12 സീറ്റിൽ എത്ര സീറ്റ് കേരള? അങ്ങനെയൊന്നും ഞങ്ങൾ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നില്ല. പ്രവചനമൊന്നുമില്ല. നല്ല ഭൂരിപക്ഷത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കും എന്നതിന് യാതൊരു സംശയം. എന്തായാലും തെരഞ്ഞെടുപ്പിൽ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ വിലയിരുത്തലുണ്ടാകും. LDFന് മികച്ച വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് തോമസ് ചാഴികാടൻ പറയുന്നത്. അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.